നമസ്കാരം. ഇൻസിറ്റിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്ത ആയിരങ്ങൾ. പാഴ്ചെടികളും മണ്ണും നിറഞ്ഞ് വരന്തരപ്പള്ളി കുര്യാടിപ്പാലം തോട്, കുട്ടോലിപ്പാടം തോടിന്റെയും നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ സ്മാർട്ടാകും. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിൽ 7-ാം വാർഡിലെ നവീകരിച്ച ആരാധന ബ്രാഞ്ച് റോഡ് നാടിന് സമർപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കൊടകര ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ ATM തുറന്നു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിച്ചു. ആയിരങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോരക്കര മുഖ്യ കാർമ്മികനായി. ഫാദർ ജോൺസൺ അന്തിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞ് ഇടവകയിലെ വൈദികർ ചേർന്ന് അർപ്പിച്ച കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു. ഒക്ടോബർ 26 മുതൽ 8-ാമിടമായ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 30-ന് വൈകിട്ട് പള്ളിയിലെ മുൻ ഗായക സംഘാംഗങ്ങളുടെ സംഗമവും ദൈവദൂതരോടൊപ്പം ഔസേപ്പച്ചനും എന്ന പരിപാടി അരങ്ങേറും. പാഴ്ചെടികളും മണ്ണും നിറഞ്ഞ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുര്യാടിപ്പാലം തോടിന്റെയും കുട്ടോലിപ്പാടം തോടിന്റെയും നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. മഴ ശക്തമായാൽ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും ഇത് കാരണമാവുകയാണ്. വരന്തരപ്പള്ളി കുര്യാടിപ്പാലത്തിന് താഴെയുള്ള തോടിന്റെ ദുരവസ്ഥയാണിത്. ആരംഭത്തിൽ ഏറെ വീതിയുള്ള ഭാഗം പകുതിയോളം മണ്ണ് നിറഞ്ഞ് നികത്തപ്പെട്ട അവസ്ഥയിലാണ്. ശക്തമായ മഴ പെയ്താൽ തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തും. കനത്ത മഴയിൽ സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് വെള്ളം കയറി പലതവണ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും വാഹന ഗതാഗതം തടസ്സപ്പെടുന്നതായും വർക്ക്ഷോപ്പ് ഉടമ സണ്ണി ആറ്റുപുറം പറഞ്ഞു. എല്ലാ വർഷത്തിലും ഇവിടെ വെള്ളം കയറാറുണ്ട്. ഈ തോട്ടിത്തെ മണ്ണ് എടുത്ത് കളയാത്ത രണ്ടോണാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പല പ്രാവശ്യങ്ങൾ പഞ്ചായത്തിൽ പോയിരുന്നു, അവരൊന്നും സഹകരിച്ചിട്ടില്ല. അവർ 6 കൊല്ലത്തിന് മുകളിൽ അതിൻ്റെ ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇപ്പം എല്ലാ കൊല്ലവും ഇവിടെ വെള്ളം കയറാറുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്തുകാർക്കും അറിയാം, എല്ലാം അറിയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുര്യാടിപ്പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ പുല്ലുമൂടിയ അവസ്ഥയിലാണ്. റോഡിന്റെ വശങ്ങളിൽ പുല്ല് നിറഞ്ഞതോടെ റോഡിന്റെ വീതി കുറഞ്ഞ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായും കാൽനടയാത്ര സാധ്യമാകാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസിയായ വർഗീസ് കുഴിയാനി ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുടിപ്പാലത്തിൻ്റെ അവിടെ മെയിനായിട്ട് കൈവരി കാണത്തില്ല. മുഴുവൻ കാടും അതേമാതിരി അറ്റ്ലീസ്റ്റ് മരങ്ങളിൽ നിന്നിട്ട് ഡെയിലി ആക്സിഡൻറ്റ് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 10 ആക്സിഡൻറ്റ് ഒരു 2-3 മാസത്തിനുള്ളിലായി. കാരണം വണ്ടികൾ പോകുമ്പോൾ സൈഡ് കൊടുക്കാൻ അവർക്ക് സ്ഥലമില്ല. അതേമാതിരി അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. പല പ്രാവശ്യം പഞ്ചായത്തിലൊക്കെ അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അന്ന് കൂടെ ഒരു ശരിയായിട്ടുള്ള അതിൻ്റെ ഒരു ആക്ഷൻ ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് വളരെയധികം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റായ ആൾ ഡീറ്റെയിൽ വേണമെങ്കിൽ തരാം, ആരൊക്കെ എവിടെ ആക്സിഡൻ്റായി എന്താണെന്നുള്ളതൊക്കെ. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി, മരങ്ങളൊക്കെ ഇടിഞ്ഞ് നിൽക്കുകയാണ്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെട്ടി വൃത്തിയാക്കി തരികയാണെങ്കിൽ ഈ PW റോഡിൽ നിൽക്കുന്നത് വളരെയധികം ശോചനാവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് എന്തെങ്കിലും ശരിയാക്കി തരികയാണെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഇടപെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കുട്ടോലിപ്പാടം തോടിന്റെ വശങ്ങളിലും പുല്ലുകൾ വളർന്ന് ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. കനത്ത മഴയിൽ മലവെള്ളം വലിയ തോതിൽ എത്തുന്നതോടെ പല സമയത്തും പ്രദേശത്തെ പറമ്പുകളിലും റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയതായി പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വർഷങ്ങളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്തെ തോടുകളിൽ വെള്ളം ഒഴിവ് പോകാത്തൊരവസ്ഥ. തോട്ടിൽ
ചെളിയും മാലിന്യവും കാടും നിറഞ്ഞത് മൂലം വെള്ളം ഒഴുകി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വർഷങ്ങളായിട്ട് അവിടെ മലവെള്ളം 2 വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെയധികം വെള്ളക്കെട്ടാണ്. ആ സമീപ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. 30 വർഷത്തിലേറെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുരിയടി പാലത്തിലെ ആ തോട്ടിലെ മൺതിട്ട മാറ്റണമെന്നും വണ്ടപള്ളി പഞ്ചായത്തിലെ കുട്ടോലിപ്പാടത്തെ തോടുകൾ ക്ലീൻ ചെയ്ത് കാടും വെട്ടിവെടുപ്പാക്കി വെള്ളം ഒഴുകി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ വണ്ടപള്ളി പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി തോടുകളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പുല്ലും കാടും മണ്ണും നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെടുന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുര്യാടിപ്പാലം തോടിൻ്റെയും കുട്ടോലിപ്പാടം തോടിൻ്റെയും ദുരവസ്ഥ സമീപവാസികൾക്ക് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. മഴയൊന്ന് കനത്ത് പെയ്താൽ ഇരുതോട്ടിലെയും വെള്ളം നിറഞ്ഞ് സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഈ തോടുകൾ വൃത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ സ്മാർട്ടാകും. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുമെന്ന് KK രാമചന്ദ്രൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ സന്നിഹിതരാകും. 1500 സ്ക്വയർ ഫീറ്റിൽ 44 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടെയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. വാർത്താ സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, തഹസിൽദാർ KA ജേക്കബ്, വില്ലേജ് ഓഫീസർ R സുധീർ, ഡെപ്യൂട്ടി തഹസിൽദാർ PD ഷാജു എന്നിവരും പങ്കെടുത്തു. അപ്പോൾ ഈ ഭൂമി 14 സെന്റുണ്ട് അവിടെ. ഇതുമായി ബന്ധപ്പെട്ട പരിപാടി ഏറ്റവും മികച്ച നിലയിൽ ഈ മണ്ഡലത്തിൽ വരന്തരപ്പള്ളി വില്ലേജ് സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടന പരിപാടി മാറ്റിയെടുക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വരന്തരപ്പള്ളി വില്ലേജിൻ്റെ സ്മാർട്ട് വില്ലേജിൻ്റെ ദീർഘനാളത്തെ ഒരു ചിരകാലാഭിലാഷം സാക്ഷാത്കരിക്കുന്ന ഈ ധന്യമുഹൂർത്താണ് 27-ാം തീയതി. ആ പരിപാടി വളരെ ഗംഭീരമായി. അപ്പോൾ ഇത്രയും നാളും വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ഒരു കെട്ടിടത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി പഞ്ചായത്ത് അധികൃതർക്ക് നമ്മളിപ്പോൾ വളരെ നന്ദി പറയുകയാണ്. കാരണം ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. മലയോര മേഖലയായ വരന്തരപ്പള്ളി വില്ലേജ് പ്രദേശം പഞ്ചായത്തിന്റെ പ്രദേശം ഉൾപ്പെടുന്ന ആളുകളുടെ ഒരു വലിയ ചിരകാല സ്വപ്നമായിരുന്നു ഒരു വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയൊരു സ്മാർട്ട് വില്ലേജ് ഓഫീസ്. റവന്യൂ വകുപ്പിന്റെ ലോഗോ തന്നെയാണ് എല്ലാ ഭൂമിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ ഈ മാസം 28 വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കും. മൃഗശാലയിലുള്ള മാനുകൾ ഒഴികെയുള്ള മുഴുവൻ മൃഗങ്ങളെയും ഉടൻ പുത്തൂരിലേക്ക് മാറ്റും. സഫാരി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാനുകളെയും തൃശൂരിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. വിദേശ രാജ്യങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും പുത്തൂരിലെത്തിക്കുന്ന നടപടികൾ ഉടൻ നടക്കും. തുടർന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പുതിയ മൃഗങ്ങളെയും പക്ഷികളെയും ഉരഗങ്ങളെയും എത്തിക്കാനാകും. ഹോളോഗ്രാം സൂ, പെറ്റിംഗ് സൂ എന്നിവയെല്ലാം സഫാരി പാർക്കിനൊപ്പം ആരംഭിക്കും. തൃശൂരിലെ മൃഗശാല അടയ്ക്കുന്നതോടെ ഇവിടുത്തെ സ്ഥിരം ജീവനക്കാരെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി നിയമിക്കും. സാധാരണ മൃഗശാലകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് സുവോളജിക്കൽ പാർക്ക് സജ്ജമാക്കുന്നത്. സുവോളജിക്കൽ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടലരസൻ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KB സജു, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അളഗപ്പ് നഗർ പഞ്ചായത്തിൽ 7-ാം വാർഡിലെ നവീകരിച്ച ആരാധന ബ്രാഞ്ച് റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം PS പ്രീജു പ്രസംഗിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 7.38 ലക്ഷം രൂപ ചിലവിലായിരുന്നു നിർമ്മാണം. മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് 19 ആരംഭിക്കുന്ന സരസ്വതി അംഗൻവാടിയുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം KS ബിജു പ്രസംഗിച്ചു. MLAയുടെ മണ്ഡലമാസ്തി വികസന ഫണ്ടിൽ നിന്നും 27.5 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. കൊടകര ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറിയിൽ കാരുണ്യ പാലിയേറ്റീവ് OP പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി മുഖ്യാതിഥിയായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK സദാശിവം, കൊടകര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സുനില, കാരുണ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലത, കൊടകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിൽ 4 വർഷം മുൻപുള്ള സർക്കാരാണെങ്കിലും ഇപ്പോഴത്തെ സർക്കാരാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ആരോഗ്യവകുപ്പാണ്. ആയകൂടി കോട്ടയത്ത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു കെട്ടിടം വീണ് ഒരാൾ മരിച്ചൊഴിച്ചാൽ ഏതാണ്ട് ഒരു 9 വർഷക്കാലം കേരളത്തിലെ ആരോഗ്യവകുപ്പിന് കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും വിമർശനത്തിന് സാധ്യതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കൃഷിഭവന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC പ്രതിഭ, ബ്ലോക്ക് അംഗം റീന ഫ്രാൻസിസ്, കൃഷി ഓഫീസർ MR അനീറ്റ എന്നിവർ പ്രസംഗിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ ബിൻ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ, VEO PT ഷീജ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടകര ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ ATM കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ജനപ്രതിനിധികളായ CDCB ലത ഷാജു, പ്രനില ഗിരീശൻ, ഷിനി ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പഞ്ചായത്ത് ചെങ്ങാലൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ 5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കമാനം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രഥി ബാബു, ടീന തോബി, പ്രീതി ബാലകൃഷ്ണൻ, ഹിമാദാസൻ, രശ്മി ശ്രീഷോപ്പ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കവിത, അസിസ്റ്റന്റ് എഞ്ചിനീയർ AJ ഷെയ്ഖ് മഹൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ 3G ക്രഷ് അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, 2ാം വാർഡ് അംഗം സനൽ മഞ്ഞളി, CDS അംഗം റോസ്മേരി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ആദ്യ ക്രഷ് അംഗൻവാടിയാണ് ഇതെന്ന് പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ 2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ഇനി കാണാം തദ്ദേശ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എന്റെ നാട് എന്റെ വോട്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് മറ്റത്തൂർ പഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. മണലി കുറുമാലി പുഴകളുടെ ഉത്ഭവസ്ഥാനമായ വെള്ളിക്കുളങ്ങര ആനപ്പാന്തം മലനിരകൾ ഈ പഞ്ചായത്തിലാണ്. പച്ചപുതച്ച മലനിരകളും വിളകളാൽ സമൃദ്ധമായ കൃഷിഭൂമികളും ഈ ഗ്രാമത്തെ
കാർഷിക കേരളത്തിൻ്റെ പരിച്ഛേദമാക്കുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും വിസ്തൃതിയേറിയ മറ്റത്തൂർ പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന 23 വാർഡുകൾ വാർഡ് പുനഃക്രമീകരണത്തോടെ 24 വാർഡുകളായി മാറുകയാണ്. ചുങ്കാൽ വാർഡാണ് പുതിയതായി നിലവിൽ വരുന്നത്. നൂലുവള്ളി, നാടിപ്പാറ, കൊരേച്ചാൽ, മൂന്നുമുറി, വടക്കേക്കോടാലി, ഇഞ്ചക്കുണ്ട്, മുരിക്കുങ്ങൽ, കിഴക്കേക്കോടാലി, കൊടുങ്ങ, ചൊക്കന, വെള്ളിക്കുളങ്ങര, കോപ്പിളിപ്പാടം, മോനുടി, കടമ്പോട്, തെക്കേക്കോടാലി, മാങ്കുറ്റിപ്പാടം, ഒൻപതുങ്ങൽ, അവിട്ടപ്പിള്ളി, കാവനാട്, മറ്റത്തൂർക്കുന്ന്, മൂലംകുടം, വാസുപുരം, ചുങ്കാൽ, ചെമ്പുച്ചിറ എന്നീ 24 വാർഡുകളിലായി 39,555 വോട്ടർമാരാണ് 2025 ജനവിധി തീരുമാനിക്കുന്നത്. നിലവിൽ 23-ൽ 14 അംഗങ്ങളുടെ പിൻബലത്തിലാണ് LDF തങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്തിൽ ഭരണം നിർവഹിക്കുന്നത്. UDF 5, BJP 4 എന്നിങ്ങനെയാണ് പ്രതിപക്ഷ കക്ഷിനില. വാർഡ് 2 നാടിപ്പാറ, 4 മൂന്നുമുറി, 7 മുരിക്കുങ്ങൽ, 8 കിഴക്കേക്കോടാലി, 9 കൊടുങ്ങ, 12 കോപ്പിളിപ്പാടം, 13 മോനുടി, 15 തെക്കേക്കോടാലി, 17 ഒൻപതുങ്ങൽ, 20 മറ്റത്തൂർക്കുന്ന് എന്നീ വാർഡുകളിൽ സ്ത്രീ സംവരണമാണ്. വാർഡ് 5 വടക്കേക്കോടാലി, 16 മാങ്കുറ്റിപ്പാടം എന്നിവ പട്ടികജാതി സ്ത്രീ സംവരണവും വാർഡ് 23 ചുങ്കാൽ പട്ടികജാതി സംവരണവുമാണ്. ദേശീയ അംഗീകാരങ്ങളടക്കം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് LDF വീണ്ടും ജനവിധി തേടുന്നതെങ്കിൽ വാർഡ് പുനഃക്രമീകരണവും പുതിയ വോട്ടർമാരും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് UDFും BJPയും. പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് മറ്റത്തൂർ പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. പായസം മുതൽ ജ്യൂസ് വരെ വൈവിധ്യ ഭക്ഷ്യമേളയൊരുക്കി ആലത്തൂർ LP സ്കൂൾ. പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ ക്ലാസുകളിലും ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ആ കാര്യം പുസ്തകത്തിൽ നിന്നും നേരിട്ട് ക്ലാസ്സിലേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെയിരിക്കും? ഈ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സ്കൂളും PTA-യും ചേർന്ന് വിദ്യാലയത്തിൽ ഭക്ഷ്യമേള ഒരുക്കിയത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും പങ്കെടുത്തു. സാലഡ്, മില്ലറ്റ് വിഭവങ്ങൾ, പലഹാരങ്ങൾ, പായസം, വിവിധതരം കറികൾ, വിവിധതരം ശീതളപാനീയങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങളാണ് മേളയിൽ ഇടം പിടിച്ചത്. പ്രധാന അധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് KJ ജയരാജൻ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, സ്റ്റാഫ് സെക്രട്ടറി M ഗോവിന്ദ്, അധ്യാപകരായ CG അനൂപ്, TR കൃഷ്ണപ്രിയ, KT ഋത്വിക്, KB ഐശ്വര്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സീനിയർ പുരുഷ ഫുട്ബോൾ മത്സരത്തിൽ ചാമ്പ്യന്മാരായ തൃശൂർ ജില്ലാ ടീമിൽ കൊടകര സാന്നിധ്യം. ഫൈനലിൽ എതിരില്ലാതെ 2 ഗോളുകൾക്ക് ഇടുക്കിക്കെതിരെ മികച്ച വിജയം നേടിയെടുക്കാൻ കൊടകര സ്വദേശി അബിൻ കൃഷ്ണയുടെ ഗോൾ സഹായകരമായി. കിഴക്കേ കുറിച്ചിയത്ത് ബിനു G നായർ, സൗമ്യ ദമ്പതികളുടെ മകനാണ് അബിൻ കൃഷ്ണ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും മലപ്പുറം കേരള യുണൈറ്റഡ് ഫുട്ബോൾ അംഗവുമാണ്. അണ്ടർ 20 തൃശൂർ ജില്ലാ ടീമിൽ അംഗമായിരുന്നു. ഫുട്ബോൾ സ്റ്റേറ്റ് സെറ്റ് ഫസ്റ്റ് സംസ്ഥാന ചാമ്പ്യൻ, കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമുകളിൽ അംഗമായിരുന്നു അബിൻ കൃഷ്ണ. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച മോർച്ചറിയുടെയും ഫ്രീസറിന്റെയും പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഫ്രീസർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N രാധികയ്ക്ക് കൈമാറി. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പരിശുദ്ധ കൊന്തമാതാവിന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5:30 ആഘോഷമായ പാട്ടുകുർബാന, കൂടുതുറക്കൽ ശുശ്രൂഷ, ആഘോഷമായ കൊന്ത പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ കാർമ്മികനാകും. ഞായറാഴ്ച രാവിലെ 9 ഫാദർ ലിൻസ് വെട്ടുവായിൽ കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് നേർച്ച ഊട്ട് ഉണ്ടായിരിക്കും. ഫാദർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ സന്ദേശം നൽകും. ഗ്രാമസ്വരം പബ്ലിക്കേഷനും MS സുരേന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാനതല സാഹിത്യ മത്സരത്തിൽ സുഭാഷ് മൂന്നുമുറി 1ാം സ്ഥാനം നേടി. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള സുഭാഷ് മൂന്നുമുറി റിട്ടയേർഡ് റവന്യൂ ഉദ്യോഗസ്ഥനാണ്. വിവേകാനന്ദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ശ്രീഭദ്ര ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കോടാലി ചേലക്കോട്ടുകര ശ്രീഭദ്ര മാതൃസദനത്തിൽ ദീപാവലി കുടുംബ സംഗമം നടത്തി. രവീന്ദ്രനാഥ് പാലയ്ക്കൽ, പ്രഭാകരൻ, മോഹനകുമാർ, രേഖ രവീന്ദ്രൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ശ്രീകുമാർ പുലിയെടത്ത് അധ്യക്ഷത വഹിച്ചു. OS സതീഷ് കൊടകര മുഖ്യപ്രഭാഷണം നടത്തി. ഷിജി വിനു, സ്മിത രാജേഷ്, സിന്ധു ഷാജു, ആശ മനോജ് എന്നിവർ നയിച്ച ലളിത സഹസ്രനാമവും CK വിനു രാമായണ പാരായണവും G രാജൻ നയിച്ച ഭജൻസും അരങ്ങേറി.
തുടർന്ന് കലാകായിക പരിപാടികളും ദീപാലങ്കാര കാഴ്ചയും മധുര വിതരണവും നടത്തി. വിവേകാനന്ദ ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി MG ദീപേഷ്, സുബീഷ് സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. വിവേകാനന്ദ ചാരിറ്റബിൾ സൊസൈറ്റി ചികിത്സാ സഹായ പെൻഷൻ 2 കുടുംബങ്ങൾക്ക് നൽകി. കൊടകര ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഒക്ടോബർ 26 ഉച്ചകഴിഞ്ഞ് 2:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ആശുപത്രി കെട്ടിടത്തിൽ കൺസൾട്ടേഷൻ മുറികൾ, ഫാർമസി, സ്റ്റോർ, സ്റ്റാഫ് റൂം, ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഭാവിയിൽ ലിഫ്റ്റ് സൗകര്യം സ്ഥാപിക്കുന്നതിനുള്ള സജ്ജീകരണവും നിർദ്ദിഷ്ട കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വരന്തരപ്പിള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സഹകാർ സേവാ കേന്ദ്രയും നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ കൊടകരയും നടത്തുന്ന സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പും ഒക്ടോബർ 26 ഞായറാഴ്ച വരന്തരപ്പിള്ളി നന്ദിപുലം വഴിയിലുള്ള റേഷൻ കടയ്ക്കും സാരഥി ട്രേഡിംഗ് കമ്പനിക്ക് അടുത്തുള്ള കെട്ടിടത്തിൽ നടക്കും. പങ്കെടുക്കേണ്ടവർ 9496 787322 9496 795322 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെയും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഗാന്ധിനഗർ ക്ലബ് പരിസരത്ത് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ്. ക്ലബ് സെക്രട്ടറി TG അജോ ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര പഞ്ചായത്തിലെ നെന്മണിക്കര വാർഡിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ മെഗാ ആയുർവേദ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും നടത്തുന്നു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നെന്മണിക്കര MKM CUP സ്കൂളിലാണ് ക്യാമ്പ്. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ മെഗാ ആയുർവേദ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, അസ്ഥി മർമ്മരോഗ വിഭാഗം, നേത്രരോഗം, ENT, സ്ത്രീരോഗം, ശിശുരോഗ വിഭാഗം, ത്വക്ക് രോഗങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ ചികിത്സയുണ്ടാകും. തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും തൈറോ കെയറും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടക്കും. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം ഒക്ടോബർ 26 ഞായറാഴ്ച മുതൽ നവംബർ 2 ഞായർ വരെ നടത്തും. നരഹരി പട്ടളം, മണികണ്ഠൻ നമ്പൂതിരി എന്നിവരാണ് ആചാര്യന്മാർ. സപ്താഹത്തിന്റെ മഹാത്മ്യപാരായണ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരിയെ ക്ഷേത്രത്തിൽ വെച്ച് ആദരിക്കും. സപ്താഹം എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം, രാവിലെ 6:30 വിഷ്ണു സഹസ്രനാമജപം, നാമദീപ പ്രദക്ഷിണം, സമൂഹ പ്രാർത്ഥന, കീർത്തനം, ധ്യാന ശ്ലോകങ്ങൾ എന്നിവയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ സാന്ദ്രാനന്ദം സത്സംഗ നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം എന്നിവയും ഉണ്ടാകും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കുടുംബശ്രീ ജില്ലാ മിഷനു കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ കരാർ അടിസ്ഥാനത്തിൽ കെയർ ടേക്കർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷകർ കുടുംബശ്രീ അംഗങ്ങളോ കുടുംബങ്ങളോ ആയിരിക്കണം. എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. പാചകം, ക്ലീനിംഗ് ഇവ ചെയ്തുള്ള മുൻ പരിചയം ആവശ്യമാണ്. ഉയർന്ന പ്രായപരിധി 50 വയസ്സായിരിക്കും. ഒക്ടോബർ 27 വൈകിട്ട് 4 മണിക്ക് മുൻപായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ 2ാം നില, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ തപാൽ വഴിയോ നേരിട്ടോ ലഭ്യമാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 236 2517 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,400 രൂപ, പവന് 91,200 രൂപ. കല്ലൂർ പാലക്കപ്പറമ്പ് അവിട്ടംപിള്ളി ജോൺ ഭാര്യ ആനി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്ത ആയിരങ്ങൾ. പാഴ്ചെടികളും മണ്ണും നിറഞ്ഞ് വരന്തരപ്പള്ളി കുര്യാടിപ്പാലം തോട്, കുട്ടോലിപ്പാടം തോടിന്റെയും നീരൊഴുക്ക് തടസ്സപ്പെടുന്നു.
വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ സ്മാർട്ടാകും. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിൽ 7-ാം വാർഡിലെ നവീകരിച്ച ആരാധന ബ്രാഞ്ച് റോഡ് നാടിന് സമർപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കൊടകര ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ ATM തുറന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.